അങ്ങനെ നമ്മുടെ തമിഴ് സൂപ്പർ സ്റ്റാർ അജിത് കുമാറിൻ്റെ വിടാമുയർച്ചി എന്ന സിനിമ ഞാൻ ഇന്ന് കണ്ടിരുന്നു. ഒറ്റ വാക്കിൽ എനിക്ക് സിനിമയെക്കുറിച്ചുള്ള ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടിരുന്നു. വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഈ ഒരു സിനിമ 100% അസർബൈജാൻ എന്ന രാജ്യത്ത് ഷൂട്ട് ചെയ്തതാണ്. ഇന്ത്യയിലെ യാതൊരു പ്രദേശങ്ങളുടെയോ എന്തെങ്കിലും ഒരു ലാൻഡ്സ്കേപ്പോ ഒന്നും സിനിമയിലുടനീളം വരുന്നില്ല. ആ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. കൂടാതെ തന്നെ ആ രാജ്യത്തെ ലാംഗ്വേജ്, അത് അസർബൈജാനി എന്ന ലാംഗ്വേജ് ധാരാളം ഈ സിനിമയിലുടനീളം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ് ടൈറ്റിൽ ഉള്ള ഒരു തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് വേർഡ് ബൈ വേർഡ് നിങ്ങൾക്ക് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പോയി കണ്ട തിയേറ്ററിൽ സബ് ടൈറ്റിൽ, ഇംഗ്ലീഷിലുള്ള സബ് ടൈറ്റിൽ ഇല്ലായിരുന്നു. തമിഴിൽ ഓട്ടോമാറ്റിക്കലി ആ സിനിമയുടെ ഭാഗമായിട്ട് തന്നെ അതിൽ എഴുതി കാണിക്കുന്നുണ്ട്. എനിക്ക് തമിഴ് സത്യം പറഞ്ഞാൽ വായിക്കാൻ അറിയാവുന്നുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ ഞാനിങ്ങനെ വായിച്ച് വരുമ്പോഴത്തേക്കും അടുത്ത ഡയലോഗ് അങ്ങ് മാറിപ്പോവും. പക്ഷെ എന്നിരുന്നാലും എന്താണ് അവർ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിരുന്നു. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിലേക്ക് വെക്കുക. ഇനി സിനിമയിലേക്ക് നമുക്ക് കടന്നു വരാം. സിനിമ തുടങ്ങുന്നു. അജിത് കുമാറിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു എൻട്രിയാണ്. കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ത്രിഷ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം അവരുടെ ഒരു ഹസ്ബൻഡ് വൈഫ് ഇക്വേഷൻ അവരൊന്ന് കണ്ടുമുട്ടി, എങ്ങനെയാണ് അവരുടെ ഒരു ലവ് ഡെവലപ്പ് ആയത്, ആദ്യം എങ്ങനെ പ്രപ്പോസ് ചെയ്തു, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, ഒരു റൊമാൻറ്റിക്കലി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്നത്. പിന്നീട് പെട്ടെന്ന് കഥ ഒരു ടേൺ മാറുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കുറേ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ധാരാളം ഒരു പ്രേക്ഷകർ എന്ന രീതിയിൽ തന്നെ നമ്മളെ ഒരു ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിലാണ് പിന്നെ കഥ മുന്നോട്ട് പോകുന്നത്. അതായത് പല ട്വിസ്റ്റുകൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അപ്പം ഏത് വെർഷനാണ് ശരി, ഏത് വെർഷനാണ് തെറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇൻ്റർവെൽ ആകുന്നു. അപ്പോഴും നമ്മുടെ നായകനെ നമ്മൾ ഒരു വളരെ നിരാശ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ആശയക്കുഴപ്പത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു നായകൻ, അദ്ദേഹം നിസ്സഹായനാണ്. ഇങ്ങനത്തെ ഒരു നായകനാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫിലുടനീളം കാണാൻ കഴിയുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ശരി, ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരാം എന്നുള്ള പ്രതീക്ഷയിലാണ് സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുന്നത്. സെക്കൻഡ് ഹാഫിലും വീണ്ടും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഒരുപക്ഷെ അജിത്തിൻ്റെ കടുത്ത ആരാധകർക്ക് കുറച്ചെങ്കിലുമൊക്കെ നിരാശ സമ്മാനിച്ചിട്ടുണ്ടാവണം ഈ ഒരു ഭാഗങ്ങളിൽ. പക്ഷേ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ പല സീനുകളിലും പല സിനിമകളിലും കണ്ടിട്ടുള്ള രീതിയിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ മുഖത്ത് ഭാവഭേദങ്ങൾ ഇങ്ങനെ മിന്നി മറയുന്നു, അങ്ങനെ തരത്തിലുള്ളതല്ല. വളരെ ഈ ഒരു സിനിമയുടെ ആ ഒരു തീമിന് യോജിച്ച രീതിയിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ വർക്കായ ഒരു സീനായിരുന്നു അത്. പിന്നെ അതിനുശേഷം ആ ഒരു ഗ്രാഫ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വീണ്ടും കുറച്ച് ലെയർ ആയിട്ട് ഇങ്ങനെ അഴിഞ്ഞ് വീഴുകയാണ്. എന്താണ് ഈ ശരിക്കും ആക്ച്വലി എന്താണ് നടക്കുന്നത് എന്ന രീതിയിൽ. സിനിമയുടെ ക്ലൈമാക്സിനോട് എത്തുമ്പോഴേക്കും അതിന് പ്രത്യേകിച്ച് റിവീൽ ചെയ്യപ്പെടാനൊന്നുമില്ല. പിന്നെ നമുക്ക് യൂഷ്വലി നമുക്ക് കാണാൻ, നമുക്ക് തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും, ഓക്കെ ഇതിങ്ങനെയാണ് സിനിമ അവസാനിക്കാൻ പോകുന്നത്. ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്കൊരു എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഒരുപക്ഷെ അവരുടെ ഒരു സിനിമയുടെ കഥയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ, വേറെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ളൊരു എൻഡിങ് കിട്ടാൻ ഉള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അവരിങ്ങനെ തന്നെ കൊണ്ടുപോയി നിർത്തിയത്. ഇനി അനിരുദ്ധ്, അദ്ദേഹം വീണ്ടും ഗോട്ട് മോഡിലേക്ക് ഈ ഒരു സിനിമയിലൂടെ കടന്നിരിക്കുകയാണ്. അതായത് ചില സിനിമകൾ കാണുമ്പോൾ നമുക്കത് നിരാശപ്പെടുത്തുകയും അനിരുദ്ധ് എന്ന വ്യക്തിയിൽ നിന്ന്. എന്നാൽ ഈ ഒരു സിനിമയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇപ്പോൾ സിനിമ തുടക്കത്തിൽ ഒരു എന്താ പറയുക ഹസ്ബൻഡ് വൈഫ് ഇക്വേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് അങ്ങോട്ട് പ്രത്യേക രീതിയിലാണ്, അതായത് കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരുന്നുണ്ട്. അവിടെ നിന്ന് ക്ലൈമാക്സ് വരെ കൊണ്ടുപോകുന്നതിൽ അനിരുദ്ധിൻ്റെ BGM വളരെ രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് പല രംഗങ്ങളിലും BGM മാത്രമായിട്ടാണ് കൊണ്ടുപോകുന്നതിന്. അപ്പം അത് നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകനെ എൻഗേജ് ചെയ്ത് നിർത്താൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു സിനിമ പല ഘട്ടങ്ങളിലും ഒരു റോഡ് അഡ്വഞ്ചർ മൂവി എന്ന് പറയുന്ന രീതിയിലേക്ക് സിനിമ കടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ടത്, അദ്ദേഹത്തിന് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു. ആ ഒരു സീനൊക്കെ നമ്മൾ ഓൺ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഈ ഒരു സീനിലാണല്ലോ മറ്റേ കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. പിന്നെ അജിത്ത് എന്ന നടനിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായും അദ്ദേഹത്തെ ഒരു വ്യത്യസ്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനാണ് സംവിധായകൻ ശ്രമിച്ചിരിക്കുന്നത്. വേറൊരു കാര്യം കൂടെ പറയേണ്ടത്, ഈ ഒരു സിനിമ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ അഡാപ്റ്റേഷൻ ആണ് എന്നുള്ള വിവരം ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നൊരു കാര്യമാണ്. പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളത് വിദേശ സിനിമകൾ ഇന്ത്യൻ ഭാഷകളിലേക്ക് എടുക്കുമ്പോഴത്തേക്കും ഒരു ഇന്ത്യനൈസ്ഡ്
വേർഷനാണ് നമ്മൾ കാണുക. ഇപ്പോൾ ഉദാഹരണത്തിന് തെലുങ്കിൽ മഹേഷ് ബാബു ചെയ്ത ദൂക്കുടു എന്നൊരു സിനിമ, ഒരു ജർമ്മൻ സിനിമയാണ്. അത് ഒറിജിനലും ഒരു റീമേക്കുമായിട്ട് നമുക്ക് ആടും ആനയും തമ്മിലുള്ളൊരു ഒരു ഒരു കമ്പാരിസൺ ആയിപ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഒരു ഒറിജിനൽ പ്ലോട്ട് എടുത്തിട്ട് ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ ഓഡിയൻസിന് വേണ്ടി അവർ മാറ്റി എഴുതുക. പക്ഷേ ഈ ഒരു സിനിമയിൽ അത്രത്തോളം അവർ കടന്നു പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് വിഷ്വലി നല്ല റിച്ചാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അസർബൈജാൻ എന്ന രാജ്യത്ത് മാത്രമാണ്, അവിടുത്തെ ലാൻഡ്സ്കേപ്പ് മാത്രമാണ് നമുക്ക് ഓരോ സീനുകളിലും കാണാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വ്യത്യസ്തത നിലനിർത്താൻ ഈ ഒരു സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ വർക്കൗട്ടായ ഒരു കാര്യമാണത്. എല്ലാവർക്കും ഇതെങ്ങനെ എടുക്കണം എന്നില്ല. അങ്ങനെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ എന്നെ ഒരു സാറ്റിസ്ഫൈ ചെയ്ത ഒരു സിനിമ തന്നെയാണ് വിടാമുയർച്ചി. എല്ലാത്തിനും പ്രേക്ഷകർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു അനുമാനം. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു സിനിമയെക്കുറിച്ചുള്ള ഓവറോൾ എൻ്റെ ഒരു അഭിപ്രായം. വ്യത്യസ്ത അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പലർക്കും ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് കമൻറ്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. നന്ദി.